Friends, welcome to Commerce Bites. I hope you people are all doing well. So, നമ്മളുടെ എക്സാമിൻ്റെ ഡേറ്റ് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല രീതിയിൽ തന്നെ നല്ല ഡീറ്റെയിൽ ആയിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായി തന്നെ കേരള സെറ്റിൻ്റെ എക്സാം ക്രാക്ക് ഔട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അതിൻ്റെ ഒരു ബിഗ്ഗസ്റ്റ് ആയിട്ടൊരു ടെസ്റ്റിമണിയാണ്. കാരണം ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാത്രം ഡിപ്പെൻഡ് ചെയ്ത് അതിനെ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കിക്കൊണ്ട് പോയിട്ടാണ് ഞാൻ എക്സാം ക്രാക്ക് ഔട്ട് ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര ഷ്യൂറിറ്റി ആയിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നെ വർക്കൗട്ട് ചെയ്യിപ്പിക്കുന്നതും അതുപോലെ തന്നെ പിന്നെ സ്റ്റുഡൻസിൻ്റെ മെയിനായിട്ട് പറയുന്ന ടോപ്പിക്കുകൾ നമ്മൾ നോക്കുന്നതും. ഓക്കെ, പിന്നെ നമ്മളോട് കുറച്ച് സ്റ്റുഡൻസ് ചോദിച്ചിരുന്നു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വിത്ത് ആൻസേഴ്സ് എന്നുള്ള ഒരു രീതിയിൽ അവൈലബിലിറ്റി ആയിട്ട് എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നുള്ളത്. ഞാൻ സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ബാങ്ക് പോലെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ 2020 അതുപോലെ 2019 രണ്ട് സെറ്റ്, അതായത് ഫെബ്രുവരിയും ജൂലൈയിൽ ക്വസ്റ്റ്യൻ പേപ്പറും ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് അതൊന്ന് ജസ്റ്റ് പോയി കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി ടോപ്പ് മനി സീരീസ് എന്ന് പറഞ്ഞ ഒരു സീരീസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങളുടെ കൊമേഴ്സ് ബൈറ്റ്സ് എന്ന യൂട്യൂബ് ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്ലേലിസ്റ്റ് ഉണ്ട്. കുറേ അധികം പ്ലേലിസ്റ്റ്, ഓൾമോസ്റ്റ് ഒരു അറൗണ്ട് 10 പ്ലേലിസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. കൊമേഴ്സുകാർക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള പ്ലേലിസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഹയർ എഡ്യൂക്കേഷൻ, റിസർച്ച്, കമ്പ്യൂട്ടർ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ഓൾ ഫോർ യു. ഓക്കെ, ഈസി ആക്സസിൽ നിങ്ങൾ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നത്. സോ യു പീപ്പിൾ ഷുഡ് സ്റ്റഡി ഈച്ച് ടോപ്പിക് ക്ലിയർലി. നമ്മൾ പറയുന്ന അതേ രീതിയിൽ നമ്മൾ കുറേ അധികം ടിപ്സും ട്രിക്സും എല്ലാം ആഡ് ചെയ്തിട്ടാണ് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നത്, അല്ലേ? നിങ്ങൾക്ക് പഠിക്കാൻ എന്തോരം എളുപ്പത്തിലാണോ പറ്റുന്നത് അത്ര എളുപ്പത്തിലാണ് നമ്മൾ ഓരോ വീഡിയോസും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതുപോലെ നിങ്ങൾ ആ വീഡിയോസ് കണ്ട് അതിൽ ഉള്ള ട്രിക്കുകളും ടിപ്പുകളും എല്ലാം നോട്ട് ഡൗൺ ചെയ്ത് നിങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ക്രാക്ക് ദിസ് എക്സാം ഔട്ട്. അണ്ടർസ്റ്റുഡ്? സോ നമ്മളുടെ എക്സാം ഡേറ്റ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ August 14th, 2021 ആണ്. സോ ഡു ഫോക്കസ് ഓൺ ദാറ്റ് ഡേറ്റ് ആൻഡ് വിതിൻ 1 മന്തിനുള്ളിൽ തന്നെ നമുക്ക് അതിൻ്റെ ഒരു റിസൾട്ട് അറിയാൻ പറ്റും. ആൻഡ് ബിഫോർ ദാറ്റ് ഐ വിൽ ഗിവ് യു എ ഗോൾഡൻ ടിപ്പ് ദാറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ എക്സാം കഴിഞ്ഞതിൻ്റെ അന്നോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാ ആൻസർ കീയും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. പേപ്പർ 1ൻ്റെ ഡെഫിനറ്റായിട്ട് ആൻസർ കീ 60 ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 120 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ കീ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ കൊമേഴ്സിൻ്റെ ആൻസർ കീ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ദാറ്റ്സ് ഫോർ ഷ്യൂർ. ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് പിറ്റേ ദിവസം തന്നെ അറിയാൻ പറ്റും. എക്സാം കഴിയുമ്പോൾ തന്നെ നമുക്കൊരു കാർബൺ കോപ്പി കിട്ടും, അല്ലേ? നമ്മൾ ചെയ്ത ആൻസേഴ്സ് കറക്റ്റ് ആണോ എന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കാർബൺ കോപ്പി. നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തോളൂ. ആ ഒരു എക്സാം കഴിഞ്ഞ അന്ന് തന്നെയോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഞാനത് അപ്ലോഡ് ചെയ്യാൻ ശ്രമിച്ചേക്കാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു അവർ ടോപ്പിക്. നമ്മൾ കുറച്ച് ഫിലോസഫീസ് നോക്കിയിരുന്നു. ഐഡിയലിസം, നാച്ചുറലിസം, റിയലിസം, ഹ്യൂമാനിസം. അതിന് ഡിപ്പെൻഡ് ചെയ്ത് 2-3 ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ കുറച്ച് ഒരു 3-4 ടേംസ് അതിനോടൊപ്പം തന്നെ എനിക്ക് ആഡ് ഓൺ ചെയ്യാനുണ്ട്. കാരണം ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. ആൻഡ് നൗ വി ആർ ക്യാരിയിങ് ഓൺ 2018 ജൂലൈ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നിങ്ങളൊരു പുതിയ വ്യൂവർ ആണെങ്കിൽ നിങ്ങൾക്ക് 2020യുടെയും 2019ലെ പ്ലേലിസ്റ്റിലുണ്ട്. ഓക്കെ, so moving to the first question, as far as education instruction is concerned, idealism. The answer will be focus education as a means of preparation for future. ഐഡിയലിസം എപ്പോഴും ഞാൻ എന്താ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അവരുടെ ഐഡിയാസും തോട്ട്സും എല്ലാം കണക്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഐഡിയലിസം എന്ന് പറയുന്നത്. എൻ്റെ മുന്നത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ. ലേറ്റസ്റ്റ് ആയിട്ട് കിടക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിൽ കുറേയധികം സീക്രട്ട് ടിപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു എക്സാമിന് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റിയ കുറച്ച് സീക്രട്ട് ടിപ്സ് ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആകും. ഓക്കെ, സോ മൂവിങ് ബാക്ക് ടു ആ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഐഡിയലിസം എഡ്യൂക്കേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കണക്ഷനാണ്. അതായത് ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഐഡിയലിസം എന്നുള്ളത് ഐഡിയാസും തോട്ട്സും വെച്ചിട്ടുള്ളതാണെന്ന്. അതും അവരൊരു ഫ്യൂച്ചർ ഓറിയൻറ്റഡ് നല്ല രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ഐഡിയാസ് വെച്ചിട്ടായിരിക്കും. സോ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കീവേഡ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ അല്ലെങ്കിൽ ഐഡിയാസ്, തോട്ട്സ് എന്നുള്ള കീവേഡ്സാണ്. ഞാനിപ്പോൾ ഇവിടെ 4 ഓപ്ഷൻസ് പ്രൊവൈഡ് ചെയ്തിട്ടില്ല. ആൻഡ്
ഞാനിപ്പോൾ ഇവിടെ കറക്റ്റായിട്ടൊരു ഓപ്ഷൻ മാത്രം പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൂ ബിക്കോസ് ഓഫ് ലാക്ക് ഓഫ് ടൈം. ഓക്കെ, നിങ്ങൾക്കിനി ഇതുപോലെ വീഡിയോസ് കണ്ടിരുന്ന് ടൈം കളയാനില്ല. നിങ്ങൾ സ്പീഡിൽ വീഡിയോസ് കാണുക, എന്നിട്ട് ഗോ ചെക്ക് യുവർ നോട്ട്സ്. നിങ്ങൾ ആ നോട്ട്സ് തന്നെ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ഓക്കെ ഇത് ഞാൻ പഠിച്ചതാണ്, ഐ ക്യാൻ ഡു ഇറ്റ് ഇൻ എ ഗുഡ് വേ എന്നുള്ള രീതിയിൽ ഒരു ആത്മവിശ്വാസം കിട്ടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? സോ അപ്പോൾ അതാണ് ഐഡിയലിസത്തിന് നമ്മൾ പറയാറുള്ള കീവേഡ്സ് എന്ന് പറയുന്നത്. ഐഡിയാസും അതുപോലെ തന്നെ തോട്ട്സും ഉണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഇവിടെ ഫോക്കസ് ഓൺ എഡ്യൂക്കേഷൻ ആസ് എ മീൻസ് ഓഫ് പ്രിപ്പറേഷൻ ഫോർ ദ ഫ്യൂച്ചർ. ഫ്യൂച്ചറിലേക്കുള്ള ഒരു മീൻസ് ആയിട്ടാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഐഡിയലിസത്തിൻ്റെ പോയിന്റ് എന്ന് പറയുന്നതും അത് തന്നെയാണ്. ഓക്കെ, moving to the next question, which emphasize the individual freedom and responsibilities, values compassion, tolerance, cooperation and reject authoritarian beliefs. ഇവിടെ ഞാൻ 4 ഓപ്ഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഈ 4 ഓപ്ഷനെ പറ്റി നമ്മളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, so options are rationalism, empiricism, humanism and the last option is occultism. ഓക്കെ, ഈ 4 ഓപ്ഷനെ പറ്റി നമുക്ക് ഇൻ ഡീറ്റെയിൽ പോവാം. ബിഫോർ ദാറ്റ് ഈ ഒരു പെർട്ടിക്കുലർ ക്വസ്റ്റിൻ്റെ ആൻസർ വരുന്നത് ഹ്യൂമാനിസം ആണ്. ഓക്കെ, നൗ ലെറ്റ്സ് ചെക്ക് ഔട്ട് ഈച്ച് ഫിലോസഫി ഇൻ ഡീറ്റെയിൽ. ആദ്യം തന്നെ നമുക്ക് റാഷണലിസം എന്താ എന്ന് ചെക്ക് ചെയ്യാം. റൈറ്റ്, റാഷണലിസം ഈസ് എ മെത്തേഡ് ഓഫ് തിങ്കിങ് ദാറ്റ് ഈസ് മാർക്ഡ് ബൈ ബീയിങ് എ ഡിഡക്റ്റീവ് ആൻഡ് അബ്സ്ട്രാക്റ്റ് വേ ഓഫ് റീസണിങ്. അതായത് റാഷണലിസം എന്ന് പറയുന്നത് തിങ്കിങ് ആണ്. ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് തിങ്കിങ്. ഓക്കെ, ഒരു എക്സാമ്പിൾ റാഷണലിസത്തിന് കോട്ട് ചെയ്യാനാണെങ്കിൽ സ്ലേവറി ഇസ് റോങ്. ഓക്കെ, സ്ലേവറി ഇസ് റോങ്, അടിമത്തം എന്ന് നമ്മൾ പറയില്ലേ, സ്ലേവറി ഇസ് റോങ് എന്നാണ് ഒരു എക്സാമ്പിൾ കോട്ട് ചെയ്യാവുന്നത്. ബിക്കോസ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു എക്സാമ്പിൾ ഒരു എത്തിക്കൽ ട്രൂത്താണ്. ഓക്കെ, വിച്ച് മേക്സ് ഇറ്റ് എ റാഷണൽ ബിലീഫ്. അതൊരു റാഷണൽ ബിലീഫായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. റാഷണലിസ്റ്റ് thinkers believe that knowledge or our understanding of truth is acquired without sense of perception. സെൻസ് പെർസെപ്ഷൻ വെച്ചിട്ടല്ല നമ്മൾ ഈ ഒരു സ്ലേവറി ഈസ് റോങ് എന്ന് പറയുന്നത്. നമ്മൾക്കുള്ള ഒരു നോളജും അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രൂത്ത്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ്, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് റാഷണലിസം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ആർ ഗെറ്റിംഗ് വാട്ട് ഇസ് മെന്റ് ബൈ റാഷണലിസം. ഓക്കെ, റാഷണലിസം എന്ന് പറയുന്നത് പ്യുവറായിട്ട് അതൊരു തിങ്കിങ് ആണ്. ആൻഡ് ഇറ്റ് ബിലീവ്സ് ദാറ്റ് നോളജ് ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രൂത്ത്. നിങ്ങൾക്ക് റാഷണലിസം എന്താ എന്ന് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൂവിങ് ടു ദ നെക്സ്റ്റ് വൺ, എംപിരിക്കിസം. ഈ ഒരു റാഷണലിസവും അതുപോലെ തന്നെ എംപിരിക്കിസവും ഞാനിങ്ങനെ കമ്പയർ ചെയ്ത് പറയാം. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, ഇപ്പോൾ നമ്മൾ റാഷണലിസത്തിന് പറഞ്ഞത് എന്താണ്, നോളജിനെ ബേസ് ചെയ്തിട്ടാണെന്ന്. സോ എംപിരിക്കിസം എന്ന് പറയുന്നത് ദ നോളജ് മോസ്റ്റ്ലി കംസ് ഫ്രം യൂസിങ് അവർ സെൻസസ്. നമ്മളിപ്പോൾ റാഷണലിസത്തിൽ പറയുന്നുണ്ടായിരുന്നു, അതായത് റാഷണലിസം എന്നുള്ളത് നോളജ് ദറ്റ് കംസ് ഫ്രം ഇൻ്റലക്ച്വൽ റീസണിങ്, നമ്മളുടെ തിങ്കിങ് വെച്ചിട്ട്, അതുപോലെ തന്നെ ഇൻ്റലക്ച്വലായിട്ട് സംബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് റാഷണലിസത്തിൽ പറയുന്നത്. പക്ഷേ എംപിരിക്കിസത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ നോളജ് വിച്ച് കംസ് ത്രൂ അവർ സെൻസസ്. അവിടെ റാഷണലിസത്തിൽ സെൻസസിന് ഒരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ലെങ്കിൽ എംപിരിക്കിസത്തിന് സെൻസസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. സെൻസസ് കൊണ്ട് നമ്മൾ വേൾഡിനെ എങ്ങനെ ഒബ്സർവ് ചെയ്യുന്നു, അതിൽ നിന്ന് കിട്ടുന്ന ഒരു നോളജാണ് എംപിരിക്കിസം എന്ന് പറയുന്നത്. സോ എൻ്റെ സ്റ്റുഡൻസിന് കീ പോയിൻ്റ് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം റാഷണലിസം എന്ന് പറയുമ്പോൾ നോളജ് ഫ്രം അവർ തിങ്കിങ്, നമ്മളുടെ ഇൻ്റലക്ച്വലായിട്ടുള്ള റീസണിങ് ആണ് റാഷണലിസം എന്ന് പറയുന്നത്. എംപിരിക്കിസം എന്ന് പറയുമ്പോൾ നിങ്ങളെന്താ ചിന്തിക്കേണ്ടത്, അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ എഴുതിയിട്ടുള്ളൂ സെൻസസ് എന്നുള്ളത്. ഈ പറയുന്ന കീവേഡ്സ് എല്ലാം നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കത് പഠിക്കുന്ന സമയത്ത് വളരെയധികം ഹെൽപ്ഫുള്ളാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ടൈപ്പ് പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ, അതിപ്പോൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ ഒരു എക്സാമ്പിൾ കാണുമ്പോൾ മനസ്സിലാവും. ഓക്കെ, എംപിരിക്കിസം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടത് നോളജ് ഫ്രം സെൻസ് ഓർഗൻസ് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഇപ്പോൾ റാഷണലിസം എന്ന് പറയുമ്പോൾ ചിന്തിക്കേണ്ടത് നോളജ് ഫ്രം ഇൻ്റലക്ച്വൽ എബിലിറ്റീസ്, അല്ലെങ്കിൽ അങ്ങനെ തിങ്കിങ് എബിലിറ്റീസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പോയിന്റ്. ലെറ്റ് മീ ആഡ് വൺ മോർ പോയിന്റ് ടു ദിസ്. റാഷണലിസത്തിൻ്റെ ഫാദർ എന്ന് പറയുന്നത് ഡെസ്ക്രീറ്റ്സ് ആണ്. ഓക്കെ, ഹീ ഈസ് നോൺ ആസ് ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി.
ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളൂ, സ്കെച്ച് പെൻ വെച്ചോ ഹൈലൈറ്റർ വെച്ചോ. അതായത് ഡെസ്ക്രേറ്റ്സിനെ വിളിക്കുന്നത് ഫാദർ ഓഫ് മോഡേൺ ഫിലോസഫി എന്നാണ്. ഇപ്പോൾ അങ്ങനെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്. മൂവിങ് ടു ദ നെക്സ്റ്റ് പോയിന്റ്, ഹ്യൂമാനിസം. ഹ്യൂമാനിസത്തിനെ പറ്റി ഞാൻ കൂടുതൽ ഇൻ ഡീറ്റെയിൽ പോകുന്നില്ല, കാരണം ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അതിൻ്റെ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, ഇവൻ തോ ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്തേക്കാം, പോയിൻറ്റ്സ് മാത്രം, കീ പോയിൻറ്റ്സ് മാത്രമാണ് ഞാനിപ്പോൾ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ തന്നെ ഇറ്റ് എംഫസൈസ് ദ ഫ്രീഡം ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, വാല്യൂസ്, കമ്പാഷൻ, ടോളറൻസ് ആൻഡ് റിജക്ട് അതോറിറ്റേറിയൻ ബിലീഫ്സ്. പിന്നെ സെൽഫ് ഹെൽപ്പ്, നമ്മൾ മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെൻറ്റാലിറ്റി, ഇതെല്ലാം ഹ്യൂമാനിസത്തിൻ്റെ ആ ഒരു സെക്ഷനിൽ വരും. ഓക്കെ, നമ്മളുടെ തന്നെ പേഴ്സണൽ ഗ്രോത്തിന്, അതുപോലെ തന്നെ നമ്മളുടെ വേൾഡ് ഒരു ബെറ്റർ പ്ലേസ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, ഇതെല്ലാം ഹ്യൂമാനിസത്തിൻ്റെ ഭാഗമായിട്ട് വരും. അതുപോലെ തന്നെ ദ പേഴ്സൺ ക്യാൻ റിസോൾവ് ദ പ്രോബ്ലംസ് ത്രൂ സയൻസ് ആൻഡ് റീസണിങ്. അങ്ങനെ കുറേ അധികം കാര്യങ്ങളുണ്ട്. അതായത് പേഴ്സൺ റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റോ അങ്ങനെ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ യു പീപ്പിൾ ക്യാൻ ഡെഫിനറ്റ്ലി ഗോ വിത്ത് ദ ആൻസർ ഹ്യൂമാനിസം. അതുപോലെ ഓരോ ടോപ്പിക്കിനും അതിൻ്റേതായ കീവേഡ്സ് ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കിക്കോളൂ, നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുള്ളാകും, എനിക്ക് 100% ഉറപ്പുണ്ട്. ഓക്കെ, now without much delay let's move to the next point, that is occultism. Okay, occultism നിങ്ങൾക്കൊരു പുതിയ വേർഡ് ആയിരിക്കും. ഓക്കെ, ഒരു പുതിയ ടേം ആയിരിക്കും. ഈവൻ ദോ നമുക്ക് ആ ഒരു പുതിയ ടേമിനെ പറ്റി ഒന്ന് നോക്കാം. ഈ ഒരു സൊസൈറ്റിയിൽ, ഈ ഒരു ജനറേഷനിലെ സ്റ്റുഡൻസിന് ഈ ഒരു ഒക്കൾട്ടിസത്തിനെ പറ്റി ഞാൻ കൂടുതലായിട്ട് പറയേണ്ടി വരില്ല. ഞാനൊരു ഫ്യൂ എക്സാമ്പിൾസ് പറയുമ്പോഴേക്കും നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലായിക്കോളും. അതായത് ഇപ്പോൾ ഫ്യൂഷൻ ഫെസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ വീട് പണിയുന്ന ടൈമിൽ നമ്മൾ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യും അല്ലേ. ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യുമ്പോൾ അവിടെ ട്രഡീഷണൽ ടച്ച് ഉണ്ടാവും, അതുപോലെ തന്നെ മോഡേൺ ടച്ച് ഉണ്ടാവും. അവിടെ ഒരു ഫ്യൂഷനാണ് വന്നിരിക്കുന്നത്. ആ ഒരു ടൈപ്പ് ഓഫ് ഫ്യൂഷനെയാണ് ഇക്കൽട്രിസിസം എന്ന് പറയുന്നത്. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് വാട്ട് ദ ടേം ഇസ്. ഈ ഒരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അഥവാ ഈ ഒരു ഫിലോസഫി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇതൊരു ഡിറൈവിങ് ദ ഐഡിയാസ് ആൻഡ് സ്റ്റൈൽ ഓർ ടേസ്റ്റ് ഫ്രം അബ്രോഡ് ആൻഡ് ഡൈവേഴ്സ് ദ റേഞ്ച് ഓഫ് സോഴ്സ്. നമുക്ക് എത്രത്തോളം ഐഡിയാസ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം സ്റ്റൈലുകളുണ്ട്, അതെല്ലാം കൂടെ നമ്മളൊന്ന് ആഡപ്പ് ചെയ്ത് മിക്സ് ചെയ്യുന്ന ആ ഒരു ടൈപ്പിനെയാണ് ഈ ഒരു ഫിലോസഫി എന്ന് പറയുന്നത്. ഫ്യൂഷൻ ഫെസ്റ്റ്, അങ്ങനെ കുറേ അധികം, ഫ്യൂഷൻ ഫുഡ് ഫെസ്റ്റ്, അങ്ങനെ നമ്മൾ കുറേ കേട്ടിട്ടില്ലേ. സോ ഇതെല്ലാം ഈ ഒരു ഫിലോസഫിയുടെ കീഴിൽ വരും. ഐ ഹോപ്പ് യു പീപ്പിൾ ഗെറ്റ് ഇറ്റ് റൈറ്റ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻറ്റീരിയർ ഡിസൈൻ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഒരു വീട്ടിൽ പല സൈഡിൽ ചിലപ്പോൾ പല ഐഡിയാസിലായിരിക്കും നമ്മൾ വെക്കുന്നത്. ചിലപ്പോൾ ഒരു ലിവിങ് റൂം ഒരു ട്രഡീഷണൽ ടച്ചിലായിരിക്കും, പക്ഷേ ഡൈനിങ് റൂം വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു മോഡേൺ ടച്ചിലായിരിക്കും. ബെഡ്റൂംസ് ചിലപ്പോൾ ഒരു കണ്ടംപററി സ്റ്റൈലിലായിരിക്കും. അങ്ങനെ പല രീതിയിൽ നമ്മൾ കോർത്തിണക്കുന്നതാണ് നമ്മളുടെ ഒരു സ്വപ്ന ഭവനം എന്ന് പറയുന്നത്. സോ അങ്ങനെ വരുന്ന ആ ഒരു കോമ്പിനേഷനെയാണ് ഇക്കൽട്രിസിസം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ യൂസ് ഓഫ് മെനി അൺറിലേറ്റഡ് ഡിഫറെൻറ്റ് ഐറ്റംസ് ടു ഫോം ആസ് ഹോൾ. I hope you people get it right. This question to add on to this video is the term naturalism. നാച്ചുറലിസത്തിനെ പറ്റി ഇൻ ഡീറ്റെയിൽ ഞാൻ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ സ്പെസിഫൈ ചെയ്തിരുന്നു അല്ലേ. സോ നാച്ചുറലിസത്തിൻ്റെ കീവേഡ് എന്താണ്? നാച്ചുറലിസം എന്നൊരു ടേം കണ്ടിട്ടുണ്ടെങ്കിൽ യു പീപ്പിൾ ഗോ സെർച്ച് ഫോർ ദ നാച്ചുറൽ ലോസ്. നാച്ചുറൽ ലോസ് ഏതെങ്കിലും ഒരു ഓപ്ഷനിലുണ്ടോ എന്ന് നോക്കുക. ഇപ്പോൾ ഇൻ കേസ് ആ നാച്ചുറൽ ലോസ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഗോ ഫോർ ദാറ്റ് ഓപ്ഷൻ. ആൻഡ് ഹിയർ നമുക്കിവിടെ നാച്ചുറൽ ലോസ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് വി ആർ ലോക്കിംഗ് ദ ആൻസർ സ്റ്റഡി നാച്ചുറൽ ലോസ് ആൻഡ് അപ്ലൈ ദം ടു പ്രോസസ് ഓഫ് എഡ്യൂക്കേഷൻ. സോ ദാറ്റ്സ് ഇറ്റ്, വെരി സിമ്പിൾ. ഓരോ ടേമിനും അതിൻ്റേതായ കീവേഡ്സ് ഉണ്ട്. ഗോ സെർച്ച് ഫോർ ഓൾ കീവേഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ആ ഒരു ടേമിൻ്റെ അർത്ഥവും മനസ്സിലാവും. അതുപോലെ തന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ വളരെയധികം ഈസിയും ആവും, അതുപോലെ വൺ ഓഫ് യുവർ ഫേവറേറ്റ് സെഷൻ ആവും. Okay, with this note we are concluding. Let's see in the next video. Till then, work hard and study well. That's all. Thank you.